ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ ഗ്രാൻഡ് ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും അത് ടി വിയിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും. ലൈവായിട്ട് 24/7 ഞാൻ കണ്ടത്. അപ്പോൾ എല്ലാവരും അത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 24/7 ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആരുമായിട്ട് അടിയിടിയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 19 കണ്ടസ്റ്റൻ്റാണ് അതിന് അകത്തേക്ക് ഇപ്പോൾ കടന്നിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ചെന്നതിന് ശേഷം പിറ്റേ ദിവസം മുതലാണ് ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു സീസണിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലോട്ട് പ്രവേശിക്കുന്ന മുമ്പ് തന്നെ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. പക്ഷെ അതൊരു ടാസ്ക് ആണെന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അതിൽ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരിക്കും. അതവർ കണ്ണ് മൂടി കെട്ടിക്കൊണ്ട് ആ ഫോട്ടോ അത് തപ്പിയെടുക്കണം. ആ തപ്പിയെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് മൂടി കെട്ടിയത് അവർക്ക് അഴിക്കാം. എന്നിട്ട് അവർ റെഡ് പൗഡർ വെച്ചിട്ട് അതിൽ കൈ മുക്കിയിട്ട് ഒരു ചില്ലിൽ അവർ കൈ പതിക്കണം. അതാണ് ടാസ്ക്. അത് എല്ലാവരും ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറിയതിന് ശേഷം ലിവിങ് റൂമിൽ കൊണ്ടിരുത്തിയതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ഈ ഒരു ടാസ്കിൽ 3 പേര് വിജയിച്ചു. അത് ഏറ്റവും പെട്ടെന്ന് ഈ ചുവന്ന പൊടിയിൽ കൈമുക്കിയിട്ട് ചില്ലിൽ വെച്ചിട്ടുള്ള കണ്ടസ്റ്റൻസിൽ 3 ആൾ ഏറ്റവും ആദ്യം ചെയ്ത 3 ആൾ വിജയിച്ചിരിക്കുന്നു. അവർക്കൊരു പ്രത്യേക ഒരു ഇത് കൊടുക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്റ്റാറിൻ്റെ ഒരു ബാഡ്ജ് ഈ കയ്യിൽ കെട്ടാനായിട്ട് കൊടുക്കുകയാണ്. അത് കെട്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാവർക്കും പെട്ടികളുണ്ടല്ലോ, വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്ന പെട്ടികൾ, അതിൽ അവരുടെ എല്ലാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ആദ്യം തന്നെ നോക്കുമ്പോൾ ചിലരുടെ പെട്ടികളൊന്നും വന്നിട്ടില്ല. ഒരു പെട്ടിയിലാണെങ്കിൽ എന്തോ ചാക്ക്, കല്ല് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നത്. ഈ 3 പേരുടെ ആദ്യമായിട്ട് ഈ ടാസ്ക് പൂർത്തിച്ച് 3 പേരുടെ ബിന്നി, ഷാനവാസ് അതുപോലെ തന്നെ ആര്യനാണ് അവർ 3 പേരും ചെയ്തിരിക്കുന്നത്. അവർക്കാണ് അവരുടെ പെട്ടിയിൽ ഫുള്ള് ഐറ്റംസ് ആയിട്ട് കൊടുത്തു വിട്ടത്. ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തു വിട്ടില്ല. പിന്നെയാണ് ലിവിങ് റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഈ 3 പേർക്ക് ഇവരുടെ കയ്യിൽ ഒരു ടാസ്കിൻ്റെ ഒരു വിജയം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാർ ഇവരുടെ കയ്യിൽ ബാഡ്ജായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാഡ്ജ് 3 പേരിൽ നിന്നും തട്ടിയെടുക്കാൻ അവർക്ക് സാധിക്കും. അങ്ങനെ തട്ടിയെടുക്കുകയാണെങ്കിൽ അവരുടെ ബാഗും കൂടെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ്. മറ്റുള്ള സീസണുകൾ പോലെ അല്ല കേട്ടോ, എല്ലാവരും നല്ല കട്ടയ്ക്ക് തന്നെ നിന്നത്. എല്ലാവരും ഭയങ്കരമായിട്ടുള്ള മത്സരം. അപ്പോൾ 24/7 ഇതിപ്പോൾ നാളെ ഈ എപ്പിസോഡ്, ബട്ട് 24/7 ഇത് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗിസെല്ലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗിസെല്ല എന്ന് പറയുന്നത് ഒരു മലയാളി ആണ്, പാതി മലയാളിയാണ്. പക്ഷെ അവർ ഒരു നോർത്ത് ഇന്ത്യൻ ബേസുള്ള ഒരു മോഡലാണ്. അവരിതിനകത്തോട്ട് ഒരു കണ്ടസ്റ്റൻ്റായിട്ടുണ്ട്. അവരൊന്നും വിട്ടുകൊടുക്കുന്നില്ല. പിന്നെ ഏറ്റവും നന്നായിട്ട് കളിച്ചത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ രന ഫാത്തിമയാണ്. രന ഫാത്തിമേനെ കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ട് കണ്ടസ്റ്റൻ്റ്, 19 വയസ്സ് മാത്രമുള്ള ഒരു യൂട്യൂബറാണ്, ഒരു ഇൻഫ്ലുവൻസറാണെന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ വീഡിയോസ് കാണാറുണ്ടെങ്കിലും രന ഫാത്തിമയെ ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നത്. വെരി യങ് ആണ്, 19 ഇയേഴ്സ് ആയിട്ടുള്ളത്. പക്ഷേ സ്ട്രോങ് ആയിട്ട് തന്നെ ജിസലയുടെ ഒപ്പം ആ ഒരു ബാഡ്ജ് തട്ടിയെടുക്കാനായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു അടിയും ഒക്കെ നടത്തുന്നുണ്ട്. ശരിക്കും അത് ബിന്നിയുടെ ആയിരുന്നു ആ ഒരു ബാഡ്ജ്. ബിന്നിയിൽ നിന്ന് അവരൊക്കെ തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൽ തട്ടിയെടുത്തതാണ്. അതുപോലെ ഷാനവാസിൻ്റേതും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമണറായിട്ട് വന്നിരിക്കുന്ന അനീഷാണ്. കോടന്നൂരുകാരനാണ്, തൃശ്ശൂർ കോടന്നൂരുകാരൻ. കുറച്ചൊരു വെറുപ്പിക്കലാണ് കേട്ടോ. എനിക്ക് ആളുടെ ഗെയിം ആദ്യം തന്നെ അത്ര അങ്ങനെ രസിച്ചില്ല. ഭയങ്കര ഞാൻ കോമണറാണ്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, ഞാൻ ഈ സെലിബ്രിറ്റീസിനൊന്നും എനിക്ക് അറിയാതെ തന്നെ ഇല്ല, ആ ലെവലാണ് ആൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ആൾക്കാർക്ക് വെറുത്ത് ആൾക്ക് വോട്ട് കുറഞ്ഞു പോകാനാണ് ചാൻസ് കൂടുതൽ. സിമ്പിളായിട്ട് നിൽക്കുക, അതായത് നമുക്കൊക്കെ ഈ സെലിബ്രിറ്റീസിനൊക്കെ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഇവർ കണ്ട് പരിചയമാണ്. അപ്പോൾ ജസ്റ്റ് പരിചയപ്പെടുമ്പോൾ അറിയാം എന്നുള്ള രീതിയിൽ നിൽക്കണം. ഇതിപ്പോൾ അപ്പാനി ശരത്തിനോടൊക്കെ ചോദിക്കുന്നത് താൻ ആരാണെന്നൊക്കെ ചോദിക്കുന്നത്. അതായത് അയാളൊക്കെ ഇത്രയും വലിയൊരു ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചു ഒക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ അപ്പാനി എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് അയാളുടെ അനീഷിൻ്റെ ഏജ് ഗ്രൂപ്പിലൊക്കെ പെട്ടുന്ന ഒരുപാട് ആളുകൾക്ക് അറിയാം. അനീഷ് കോടന്നുകാരനാണ്, തൃശ്ശൂർ ജില്ലയിലെ എന്തോ ഗവൺമെൻറ് ഉദ്യോഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 5 വർഷം ലീവ് എടുത്ത് പോയിരിക്കുകയാണ്. ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കയറാൻ പറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അനീഷിനെ പോലെ അത്ര ആള് ഓവറാവും തോന്നുന്നില്ല, കാരണം കുറച്ച് കൺട്രോൾഡ് ആണ്. പുള്ളിക്ക് അറിയാം അധികം ഓവറായാലും ആൾക്കാർക്ക് പുറത്തിടുന്ന അറിയാം. അതുകൊണ്ട് കുറച്ച് കൺട്രോൾഡാണ് ആൾ കളിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡിലാണ് ഈ കോമണറിനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും.
കാരണം അദ്ദേഹമാണ് ഇപ്പോൾ 24/7 നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ കിടക്കുന്ന ഏത് ബെഡിൽ കിടക്കണം, എങ്ങനെ കിടക്കണം എന്നൊക്കെ തീരുമാനിച്ച് എല്ലാവരോടും വലിയൊരു ഞാനാണ് അവിടുത്തെ ഒരു കാർന്നോർ എന്നുള്ള രീതിയിൽ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും. അനുമോൾക്കൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അനുമോൾ അത് സമ്മതിക്കുകയും ചെയ്തില്ല, കട്ടിലൊന്നും മാറി കിടക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ സരിക കലാഭവൻ സരിത ഓക്കെ, ഞാൻ മാറിക്കെടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കുറേ ഡയലോഗ് അലക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് അനീഷ് ഈ രീതിയിലാണ് കളി മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കപ്പെടും. പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാവോ അല്ലേ എന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ദിവസങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അക്ബർ ഖാൻ തീർച്ചയായിട്ടും നല്ലൊരു പ്ലെയറാണ്. അതായത് ഷാനവാസിൻ്റെ പുറകെ നടന്ന് ആ ഒരു ബാഡ്ജ് മേടിച്ചെടുക്കാൻ ആയിട്ടുള്ള ശ്രമം നടത്തുമ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അക്ബർ ഖാൻ ഒന്നിനും പുറകോട്ടല്ല, എന്നാൽ ഇടിച്ചു കയറി ഞാൻ വലിയ ആളാവാൻ, ഒരു രാജാവാൻ ഇപ്പോൾ പുറപ്പെട്ട ഒരാളാണെന്നുള്ള രീതിയിലുള്ള അതൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള കളിയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് അതിന് ഇഷ്ടപ്പെട്ട തുടക്കം തന്നെ ഒരു ഗെയിമായിട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുകയാണ്. എന്തായാലും 24/7 കാണുമ്പോൾ നമുക്ക് അവർ തമ്മിലുള്ള ഇപ്പം തന്നെ നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട് എല്ലാവരും തമ്മിൽ. അങ്ങോട്ടും ഇപ്പോൾ ശാരികയും രേണു സുധിയും തമ്മിലുള്ള എല്ലാവരും പറഞ്ഞ അവർ ഭയങ്കര ബദ്ധശത്രുക്കളായിരിക്കും അതിനകത്ത്. ഇപ്പോൾ കുഴപ്പമില്ലാതെയാണ് രണ്ടുപേരും സംസാരിച്ച് പോകുന്നത്. പക്ഷേ ഈ അനീഷിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ഡൗട്ടുള്ളത്. അനീഷിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സാധാരണ ഒരു കോമണറാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട് ആദ്യം ഗോപികയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗോപിക ആദ്യം പറഞ്ഞു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പെട്ടെന്ന് എടുത്ത ആൾക്കാർ പുറത്ത് എറിയും. കോമണറാണോ എന്നൊന്നും അവർ നോക്കില്ല, പുറത്തേക്ക് എറിയും. സെലിബ്രിറ്റി വളരെ നന്നായി കളിക്കാൻ സെലിബ്രിറ്റീസിന് തന്നെയായിരിക്കും വോട്ടൊക്കെ പോകുന്നത്. അല്ലാണ്ട് ഇവിടെ കോമണർക്ക് ഞങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് നല്ലോണം കളിച്ചില്ലെങ്കിൽ ആരും തന്നെ ജയിക്കാൻ പോകുന്നില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ബിഗ് ബോസ് സീസൺ 1 ഒരു എപ്പിസോഡിൻ്റെ ഒരു എന്ന് പറഞ്ഞ റിവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു അനീഷിൻ്റെ കാര്യമാണ്. പിന്നെ വരുന്നത് ഗസില്ല എന്നുള്ള ആ ഒരു കേരളറ്റാണ് അമ്മ മലയാളി എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പഞ്ചാബിയാണ് അച്ഛനൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പകുതി നോർത്തും പകുതി സൗത്തും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗസില എന്ന് പറഞ്ഞത്. ഗസിലയുടെ വേഷവിധാനങ്ങളൊക്കെ കുറച്ച് വിവാദമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഈ നൈറ്റിൽ ഉള്ള കുറേ സീനിലൊക്കെ കുറച്ച് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെയൊക്കെയാണ് ആൾ ഇട്ട് നടക്കുന്നത്. എന്നാലും മലയാളീസിനെ ഇഷ്ടപ്പെടില്ലെന്ന് നമുക്കറിയില്ല. മനഃപൂർവ്വം ബിഗ് ബോസ് സീസൺ 9 നിന്ന് ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ഇങ്ങോട്ട് ഇദ്ദേഹത്തിന് ഇട്ടപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിക്കാതെ എന്തായാലും ബിഗ് ബോസ് ടീം ഇത് ഇടില്ല. എന്തായാലും കുറച്ച് വിവാദങ്ങളും കുറച്ച് ഒരു ഹോട്ട്നെസ് ഒക്കെ വേണം എന്നുള്ള രീതിയിലായിരിക്കും ഇട്ടിട്ടുണ്ടാവാം. എന്തായാലും പോകുമ്പോൾ നമുക്കറിയാം ഗസിലെ കളിയിൽ മോശമല്ല കേട്ടോ, നന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പുള്ളിക്കാരത്തി പുറകോട്ടൊന്നുമല്ല, മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെയുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ടായല്ലോ. ചിലപ്പോൾ മലയാളം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടാവും, സൗത്ത് ഇന്ത്യൻ മൂവീസിലൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹമായിട്ടായിരിക്കും ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് ഒരു പാതി മലയാളിയാണല്ലോ. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ നല്ല പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും അവരുടെ ഗെയിമായിട്ട് മുന്നോട്ട് പോട്ടെ. പക്ഷെ കോമണർ സൂക്ഷിക്കണം. അതാണ് എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിനെ കുറിച്ചുള്ള റിവ്യൂവിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസമുള്ള റിവ്യൂ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.